നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ലോകത്തിലെ ഏത് രാജ്യത്ത് പോയിരുന്നാലും സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ പേര് നിങ്ങൾ കേൾക്കുകയുള്ളൂ. അതിൻ്റെ പേര് വെസ്പ എന്നാണ്. ഇന്ത്യയിലാണെങ്കിലും 60 വർഷം മുമ്പ് തന്നെ വെസ്പ ഇറക്കുമതി ചെയ്ത് വരുമായിരുന്നു. ഇഷ്ടംപോലെ വെസ്പകൾ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ ഇരുചക്ര വാഹന വിപ്ലവം വരുന്ന സമയത്ത് LML എന്ന കമ്പനി വെസ്പയുമായിട്ട് ചേർന്ന് LML വെസ്പ NB150 എന്നൊരു മോഡൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് വലിയ ഹിറ്റായിരുന്നു. നല്ല റിഫൈൻമെൻറ്റ് എന്താണ് നമ്മളെ പഠിപ്പിച്ചൊരു വാഹനമാണ് അതെന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന ഇരുചക്ര വാഹനം എന്ന് പറയുന്നത് ബജാജ് ചേതക്കായിരുന്നു. ചേതക്കിൻ്റെ കാര്യത്തിൽ എഞ്ചിൻ ഒരു സൈഡിലായിരുന്നു, എപ്പോഴും ഒരു സൈഡിലേക്ക് വെയിറ്റ് ചെരിച്ച് പിടിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഒരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ വണ്ടി നല്ലൊരു വണ്ടി തന്നെയായിരുന്നു. എങ്കിലും LML വെസ്പ വന്നപ്പോഴാണ് കൃത്യമായും വെയിറ്റിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ കൃത്യമായിട്ടും അതുപോലെ തന്നെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്താണ് സ്കൂട്ടറെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ എന്തുകൊണ്ടോ LMLും വെസ്പയായിട്ടുള്ള ബന്ധമൊക്കെ പിരിഞ്ഞു. അങ്ങനെ വെസ്പ വീണ്ടും വിസ്മൃതിയിലായി. അതിനുശേഷം 2015 വീണ്ടും വെസ്പ ഇന്ത്യയിൽ കാല് കുത്തുന്നത് അല്ലെങ്കിൽ ടയർ കുത്തുന്നത്. പിന്നീട് വന്നത് ഒറ്റയ്ക്കാണ്. അതായത് ആരുമായിട്ട് ഒരു കൊളാബറേഷൻ ടൈപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെന്നും പറഞ്ഞുകൊണ്ട് വെസ്പ വന്നു. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഡീലർഷിപ്പ് തുടങ്ങി കാര്യമായ രീതിയിൽ വിൽക്കുന്നുമുണ്ടായിരുന്നു. കാരണം നമ്മുടെ പെൺകുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് വെസ്പയുടെ മോഡലുകൾ. നല്ല പോപ്പിൻസ് മിഠായിയുടെ പോലെ പല നിറങ്ങളിൽ നല്ല ഭംഗിയുള്ള മോഡലുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല വിൽപ്പനയുണ്ടായിരുന്നു. കൊച്ചിയിലൊക്കെ ഉള്ള ഡീലർഷിപ്പ് മാസം 150 യൂണിറ്റുകളധികം വിറ്റുകൊണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ കൊച്ചിയിലെ ഡീലർഷിപ്പൊക്കെ അങ്ങ് നിന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. തന്നെയുമല്ല വെസ്പ കമ്പനി മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ കാര്യമായ ഒരു തലവേദനയൊന്നും എടുത്തില്ല എന്നും എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വെസ്പയുടെ പരസ്യമൊക്കെ? അങ്ങനെ കാര്യമായ രീതിയിൽ പരസ്യമൊന്നും കൊടുക്കാറില്ല. അവരെപ്പോഴും പറയുന്നത് ഞങ്ങളൊരു പ്രീമിയം വാഹനമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതായത് സ്കൂട്ടറുകളിലെ BMW എന്നൊക്കെ നമ്മളിപ്പോൾ ഏതർ പറയുന്ന പോലെ തന്നെയാണ്, വിലയൊരല്പം കൂട്ടി വെച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും കാര്യമായ വിൽപ്പനയൊന്നും ഉണ്ടായില്ല. എന്തായാലും ഇപ്പോൾ ഒരു തിരിച്ചു വരവിന് ഒരുങ്ങുകയാണ് വെസ്പ. 2025 കുറേ മോഡലുകൾ ഇപ്പോൾ വെസ്പ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മോഡലാണ് നമ്മുടെ ഉള്ളത്. അതിൻ്റെ പേര് വെസ്പ 125 എന്നാണ്. ഇപ്പോൾ കൊച്ചിയിലെ ഡീലർഷിപ്പ് നിലവിലില്ലെങ്കിലും ആലുവയിലും പറവൂരുമൊക്കെ ഡീലർഷിപ്പ് നിലവിലുണ്ട്. SK മോട്ടോഴ്സ് എന്നാണ് ആ ഒരു ഡീലർഷിപ്പിൻ്റെ പേര്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ വെസ്പ 125 2025 ടെസ്റ്റ് റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഈ വാഹനം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റംസാൻ്റെ അന്ന് രാവിലെ വെളുപ്പാങ്കാലത്താണ്. അതുകൊണ്ട് പള്ളികളിലെല്ലാം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും ദൈവാനുഗ്രഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ഇപ്പോൾ സൗണ്ടിലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വെസ്പ വന്നിരിക്കുന്നത് 125 150 cc അങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ്. തന്നെ വല്ല കാര്യമായ വ്യത്യാസം എല്ലാ മേഖലകളിലും ഉണ്ട്. അതായത് എഞ്ചിൻ്റെ കാര്യത്തിലായാലും എഞ്ചിൻ ഏറ്റവും പുതിയ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ആധുനികമായ ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ S-Tech എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. അതിലാണെങ്കിൽ TFT സ്ക്രീനും അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും 10x10 നാവിഗേഷനുള്ള പോലെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആ ഒരു വേരിയൻ്റ് അല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. S-Tech കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എത്തിയിട്ടില്ല. അപ്പോൾ ഈ വെസ്പയുടെ കാര്യത്തിൽ എപ്പോഴും അവരൊരു റെട്രോ രൂപം കാത്തു സൂക്ഷിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും അധികം വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ സ്കൂട്ടറുകൾ വിൽക്കുന്ന കമ്പനിയാണെങ്കിലും അവർ ടെക്നോളജിയിലൊക്കെ വളരെ മുന്നിലാണെങ്കിൽ പോലും എപ്പോഴും ഈ ഒരു രൂപം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയ ഒരു എസ്തെറ്റിക് ചേഞ്ചസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ള രൂപവും അതുപോലെ തന്നെ അതിഗംഭീരമായ നിറങ്ങളുമാണ് എപ്പോഴും വെസ്പയുടെ സ്കൂട്ടറുകൾക്ക് കൊടുക്കുന്നത്. അത് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും വ്യക്തമാണ്. നമ്മൾ അടുത്ത് കാണുകയാണെങ്കിൽ ഇപ്പോൾ LED ഹെഡ്ലാമ്പാണ് നമ്മൾ കാണുന്നത്. അതിന് ഈ ഒരു റൗണ്ട് ഷേപ്പ്, പഴയ റെട്രോ ഷേപ്പ് തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അത് സ്ക്വയറിഷ് ആയിട്ട് മാറുന്നുണ്ട്. സ്ക്വയർ ഹെഡ്ലാമ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വെസ്പയുടെ കാര്യം നമുക്ക് എപ്പോഴും ഇഷ്ടം ഈ ഒരു റൗണ്ടായിട്ടുള്ള ഹെഡ്ലാമ്പ് തന്നെയായിരിക്കും. ഇവിടെ പിയാജിയോ എന്നുള്ള ഇവരുടെ പേരൻറ്റ് കമ്പനിയുടെ ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. വെസ്പ എന്നുള്ള ആ പഴയ മട്ടിൽ തന്നെ എഴുതിയ ബാഡ്ജിങ് അവിടെ കാണാം. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ചെറിയൊരു എലമെൻറ്റ്, ഒരു എയർ സ്കൂപ്പ് പോലൊരു സംഭവം, അതിലിങ്ങനെ 2-3 എലമെൻസും കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളിപ്പോൾ ആദ്യകാലത്തൊക്കെ ചില ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇന്ത്യയിൽ വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പ് ഇത് തന്നെയായിരുന്നു. കാരണം ചൈനയിൽ നിന്ന് ഈ വെസ്പയുടെ സ്കൂട്ടറുകളുടെ അതേ മോൾഡ് ഉണ്ടാക്കി അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വാഹനം ഉണ്ടാക്കുകയും അതിൻ്റെ അത് ഇലക്ട്രിക് മോട്ടോർ ഫിറ്റ് ചെയ്യുന്നതിന് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വെസ്പയുടെ മോഡലുകളെ മാത്രമാണ് അവരൊക്കെ അനുകരിച്ചിരുന്നത്. അത്രയധികം ലോകവ്യാപകമായി ഇഷ്ടപ്പെടുന്ന രൂപമാണ് ഇതിൻ്റെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഇവിടേക്ക് വരുമ്പോഴാണെങ്കിലും ഇവിടെ ഈ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്.
മറ്റൊരു കാര്യമുള്ളത്, വെസ്പയുടെ വാഹനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വില കൂടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഇത് ഒരു മോണോകോക്ക് ഡിസൈൻ ആണെന്നുള്ള കാര്യമാണ്. അതായത് സാധാരണ നമ്മൾ സ്കൂട്ടറുകളൊക്കെ നിർമ്മിക്കുന്ന പ്ലാറ്റ്ഫോം ആദ്യം നിർമ്മിക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ബോഡി ഷെല്ലെടുത്ത് വയ്ക്കുന്നതാണെങ്കിൽ ഇതൊരൊറ്റ ഷെല്ലാണ്. പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ബോഡിയും കൂടെ ഒറ്റ ഷെല്ലാണ്. അതുപോലെ ഫൈബർ പാർട്സ് ഒന്നും കാണാനേ ഇല്ല, മുഴുവൻ മെറ്റൽ പാർട്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരിക്കലും തുരുമ്പൊടിക്കാത്ത ഗംഭീരമായ മെറ്റൽ പാർട്സ് ആണ്. അത്തരം കാര്യങ്ങളുള്ളതുകൊണ്ടാണ് എപ്പോഴും വെസ്പയുടെ മോഡലുകൾക്ക് വില കൂടുതലുള്ളത്. തന്നെയല്ല, ഇവരതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രീമിയം സ്കൂട്ടറായിട്ടാണ്. അതായത് ലക്ഷറി സ്കൂട്ടർ സെഗ്മെൻറ്റ് എന്നാണ് അവർ തന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് വില കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബ്രേക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റിൽ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഡിസ്ക് ബ്രേക്കാണ്. തന്നെയല്ല കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റമാണ്. CBS എന്ന് എഴുതിയിരിക്കുന്നത് കാണാമല്ലോ. അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല രസകരമാണ്. ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷ്, അതിലും വെസ്പയുടെ ബാഡ്ജിങ് ഉണ്ട്. സസ്പെൻഷൻ്റെ എലമെൻറ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ഡിസ്ക് ബ്രേക്കിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ കാണാം. ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് അലോയ് വീലാണ്. അലോയ് വീലിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. അതും ഈ ഒരു നിറത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 10 ഇഞ്ച് വീലാണ് മുൻഭാഗത്തെങ്കിൽ പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് 11 ഇഞ്ച് വീലാണ്. തീർച്ചയായിട്ടും ആ ഭാഗമൊക്കെ ഉള്ള ഭംഗിയാക്കിയിട്ടുണ്ട്. തന്നെയല്ല ഒരു തരത്തിലും നിർമ്മാണ നിലവാരത്തിൽ ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ഇഞ്ചിലും കാണുന്നതെന്നാണ് പറയേണ്ടത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ നീറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോമിനൊക്കെ നല്ല നീളമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പ്ലാറ്റ്ഫോമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സ്കൂട്ടറിനും ശരിക്കും പറയാം ഇത്ര ഒരു നിർമ്മാണ നിലവാരവും ഈ ഫിനിഷിങ്ങും കാണില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. ശരിക്കും ആ ഇറ്റാലിയൻ ഒരു കമ്പനിയുടേതായ എല്ലാ ഫിനിഷിങ്ങും ഭംഗിയും ഓരോ ഇഞ്ചിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കണ്ടു നോക്കുക. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ 125 എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇത് 125 cc ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാഡ്ജിങ്. അതുപോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇത് തുറക്കണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി, തുറക്കാം. ഇതിൽ നമുക്ക് അത്ര വലിയ സാധനങ്ങളൊന്നുമല്ല, വണ്ടിയുടെ പേപ്പേഴ്സും മൊബൈൽ ഫോൺ പോലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു അനലോഗ് അതുപോലെ ഡിജിറ്റൽ രണ്ടിനോടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്ക്രീനാണ്. പക്ഷേ ഇവിടെയാണ് എസ്റ്റെക് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഫുള്ളി ഡിജിറ്റൽ സ്ക്രീൻ വരുന്നത്. പക്ഷേ ഇതിലിപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഭംഗിയുള്ള ഗ്രാഫിക്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്യൂവൽ ഗേജ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡിജിറ്റൽ സ്ക്രീനിൽ നമ്മൾ ആകെ കാണുന്നത് ഈ ഒരു ഫ്യൂവൽ ഗേജും അതുപോലെ തന്നെ ടൈമുണ്ട്, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു ഡിജിറ്റൽ TFT സ്ക്രീൻ വരുന്ന എസ്റ്റെക് മോഡലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ സ്വിച്ചുകളുടെയൊക്കെ നിലവാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗംഭീരമായ നിലവാരമാണ്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഡിജിറ്റൽ സ്ക്രീനിൽ വേണ്ട ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ പ്രസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ലൈറ്റിൻ്റെയും മറ്റു സ്വിച്ചുകൾ അതെല്ലാം ചെറിയൊരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് തൊടുമ്പോൾ കൃത്യമായിട്ട് അത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രസകരമായിട്ടുണ്ട്. ഈവൻ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് പോലും വളരെ നിലവാരമുള്ളതാണ്. അത് നല്ല ഗ്രിപ്പോടുകൂടി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെയും ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സും ആ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ ആണെങ്കിൽ സ്റ്റീൽ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഒരു റെട്രോ ഫീലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സീറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എൻ്റെ സീറ്റാണ്. സീറ്റ് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം കണ്ടല്ലോ. അത് തന്നെയല്ല ഇവിടെ ഒരു അല്പം ഉയർന്നിട്ടുണ്ട്. കുഷനിങ് ഒക്കെ ഗംഭീരമാണ്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ കാല് ചേർന്നിരിക്കുന്ന രീതിയിൽ അതിങ്ങനെ ഒന്ന് മെലിഞ്ഞ് വരുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കീ ഇട്ട് തന്നെയാണ് ഇവിടെ തുറക്കുന്നത്. 24 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെ ഇരിക്കുമെന്ന് മാത്രമല്ല ഇതിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നു. അത് നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഓരോ സാധനമായിട്ട് എടുത്തുകൊണ്ട് പോകാതെ ഇത് മൊത്തത്തിൽ നമുക്കങ്ങ് ഉയർത്തി ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് തള്ളിയിട്ട് ഇതങ്ങ് പൊക്കി എടുത്തുകൊണ്ട് പോകാം. വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല ഇതിൻ്റെ താഴെ നമ്മൾ എഞ്ചിൻ്റെ പാർട്സൊക്കെ ഉണ്ടല്ലോ, എഞ്ചിൻ്റെ പാർട്സൊക്കെ റിപ്പയർ ചെയ്യാനും എളുപ്പമാണ് ഇതങ്ങനെ ഉയർത്തി എടുത്തുകൊണ്ട് പോകുമ്പോൾ. അത് തീർച്ചയായിട്ടും നല്ലൊരു സംഭവമാണ്. എന്ന് തന്നെയല്ല ഇതെന്തെങ്കിലും ഇലക്ട്രിക് ആകുകയാണെങ്കിൽ ഇവിടെ ബാറ്ററി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി എടുത്തുകൊണ്ട് നമുക്ക് വെളിയിൽ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനവും വളരെ എളുപ്പത്തിൽ ഇണക്കി ചേർക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസ് ഉള്ളപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഒരു കുറവായിട്ട് നമുക്ക് പറയാവുന്നത് ഫ്യൂവൽ ലിഡ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 7.4 ലിറ്ററിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്കാണുള്ളത്. അതിൻ്റെ ഫ്യൂവൽ ലിഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് തുറന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂവൽ അടിക്കാൻ പറ്റുമെന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് ഫോൺ ചാർജ് ചെയ്യാമെന്നല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസിനെ പറ്റി പറയാനുള്ളത്. ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും സ്റ്റൈലിങ്ങിൽ ആ ഒരു റെട്രോ സ്റ്റൈലിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെസ്പ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ ഫിനിഷ് പോലും ആ ഒരു പഴയ രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പഴയ കാലത്തേക്കാണ് എന്ന് പറയാം. ഒരു പോത്തിങ് കൊണ്ട് നടന്നു വരുന്നു. ശ്യാമേ, ഫാനാണോ അതോ ആക്രമിക്കാൻ വരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. മോനെ ഒന്നും ചെയ്യരുത് കേട്ടോ.
റംസാന് വേണ്ടിയുള്ള അല്ലേ, റംസാൻ്റെ ഒരു ബീഫ് ബിരിയാണി ആകാനുള്ളവനാണ് അവൻ. ഇവിടെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന, ഒട്ടും ഉയർന്നു നിൽക്കാത്ത രീതിയിലുള്ള സൈഡ് ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ റെട്രോ സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഈ ഒരു ടെയിൽ ലാമ്പിനും കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ മഡ് ഗാർഡും മെറ്റാലിക് തന്നെയാണ്, അതും ഈ ഒരു വാഹനത്തിൻ്റെ നിറത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. സൈഡിൽ ചെറിയൊരു ഹീറ്റ് ഗാർഡുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു എക്സോസ് പൈപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു നിറത്തോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. അതുപോലെ പില്ലൻ റൈഡർക്ക് കാല് വയ്ക്കാവുന്ന ഒരു ഗ്രിപ്പുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ കിക്ക് സ്റ്റാർട്ടർ എന്ന് പറയുന്ന സംഭവമേ കൊടുത്തിട്ടില്ല. ഇതിൽ സെൽഫ് സ്റ്റാർട്ടർ അല്ലാതെ കിക്ക് സ്റ്റാർട്ടറിൻ്റെ പരിപാടിയേ ഇല്ല. അത് വെറുതെ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകമായിട്ട് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരു നല്ല ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തിരിക്കുന്ന ആളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമുക്ക് മടുപ്പിക്കാത്ത ഒരു രൂപഭംഗിയുള്ളൊരു സ്കൂട്ടർ തന്നെയാണ് വെസ്പ സമ്മാനിച്ചിരിക്കുന്നതെന്ന് കാണാം. സീറ്റ് ഹൈറ്റ് ആണുള്ള 177 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒട്ടും കൂടുതലല്ല. അത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഓടിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റും സീറ്റിംഗ് പൊസിഷനും ഒക്കെയാണ് വെസ്പ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന വെസ്പ അതേ രൂപത്തിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. വെസ്പയുടെ സ്കൂട്ടറുകൾ അത് ഏത് മോഡലായാലും നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുക ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരമാണ്. ഓരോ പാർട്ടിലും ആ ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നിർമ്മാണ നിലവാരത്തിനനുസരിച്ചുള്ള പൈസ അല്ലെങ്കിൽ വില ഈ ഒരു വാഹനങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും വില കുറച്ച് ഈ ഒരു ഏറ്റവും അധികം മത്സരമുള്ള ഒരു വിപണിയിൽ കാലുറപ്പിക്കാനൊന്നും ഇന്ന് വരെ വെസ്പ ശ്രമിച്ചിട്ടില്ല. ഏത് കാലത്തും നിർമ്മാണ നിലവാരത്തോടൊപ്പം തന്നെ കൂടിയ വിലയുമാണ് ഈ ഒരു വെസ്പയുടെ വാഹനങ്ങളുടെ ഒരു പൊതു മുദ്രയായിട്ട് നമുക്ക് പറയാവുന്നത്. എന്തായാലും മോണോകോക്ക് ബോഡിയുടെ ഒരു ഗുണം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി അപാരമാണെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ നല്ല വെയിറ്റുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസം തോന്നുന്ന രീതിയിലുള്ള റൈഡാണ് ഈ ഒരു വാഹനം സമ്മാനിക്കുന്നത്. എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ 125cc എഞ്ചിനാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാണുന്നത്. 150cc എഞ്ചിനുള്ള മോഡലുമുണ്ട്. പവർ നോക്കുകയാണെങ്കിൽ 9.3 BSP ആണ് മാക്സിമം പവർ. അത് 7000 RPM കിട്ടുന്നത്. അതുപോലെ 10.1 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. അത് 5600 RPM കിട്ടുന്നത്. അതുപോലെ CVT ആണ് ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം പക്കയാണ്. ഒരു തരത്തിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള സസ്പെൻഷനും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും കൂടാതെ എഞ്ചിനുമാണ്. നല്ല ഗംഭീരമായ സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ലോകവ്യാപകമായിട്ട് വെസ്പയുടെ സ്കൂട്ടറുകൾ കാണുന്ന എഞ്ചിൻ തന്നെയാണ്. അതായത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള പക്ക ഇറ്റാലിയൻ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വാഹനത്തിന് വില കൂടാനുള്ള കാരണവും ഇത്തരത്തിലുള്ള പാർട്സുകൾ, വിദേശ പാർട്സുകൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം. എന്തായാലും എല്ലാ പാർട്സും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിദേശ രീതികൾ കാണാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത്. സസ്പെൻഷനാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. വാഹനത്തിന്റെ വെയിറ്റും നിർമ്മാണ നിലവാരം സസ്പെൻഷൻ കൂടി ചേരുമ്പോഴാണ് ഈ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നത്. സസ്പെൻഷൻ കാര്യം നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ലീഡിംഗ് ലിങ്ക് ഫ്രണ്ട് സസ്പെൻഷൻ, അതുപോലെ തന്നെ പിൻഭാഗത്ത് മോണോ ഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്ക് 200 mm ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡ്രം ബ്രേക്കാണ്. പക്ഷേ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് CBS കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസിലും വ്യത്യാസമുണ്ട്. മുന്നിലും പിന്നിലും 11 ഇഞ്ചാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ 10 ഇഞ്ചാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 770 mm സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും ഏതൊരു ഉയരമുള്ളവർക്കും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണിത്. എന്ന് തന്നെയല്ല മറ്റൊരു കാര്യമുള്ളത് സീറ്റിൻ്റെ കുഷനിങ്ങും അതുപോലെ തന്നെ സീറ്റിൻ്റെ ഡിസൈനും എടുത്തു പറയേണ്ട കാര്യമാണ്. മുൻഭാഗത്തേക്ക് ഒരല്പം വീതി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ആ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് സമ്മാനിക്കുന്നത്. തന്നെയുമല്ല മുൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കാലുകൾ വളരെ ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ കാല് വയ്ക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം പ്ലാറ്റ്ഫോമിലുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ദീർഘദൂരമൊക്കെ ഓടിക്കുമ്പോൾ. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൻ്റെ എസ്റ്റൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അതിൽ 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ കീലെസ് ഇഗ്നിഷൻ ഉണ്ട്, നാവിഗേഷൻ, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്പം വില കൂടുമെങ്കിലും അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലുള്ള വാഹനം എന്ന് പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ആണെന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ വലിച്ചുകൊണ്ട് പായുകയൊന്നുമല്ല ചെയ്യുന്നത്. വളരെ സുരക്ഷിതമായ രീതിയിലുള്ള ഒരു പിക്കപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ സ്ട്രെച്ചിലൊക്കെ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു പെർഫോമൻസിനും കൂടി നമുക്കൊരു പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള രീതികളൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അതുപോലെ വളരെ ഈസി ഹാൻഡ്ലിങ്ങും പിന്നെ മാനുവറിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഗംഭീരമാണ്. നമുക്ക് ടൈറ്റായിട്ടുള്ള കോർണേഴ്സൊക്കെ ഗംഭീരമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോഴും സ്റ്റെബിലിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. U-turn ഒക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഫ്യൂവൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ 55 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. പക്ഷേ അത് കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു 48 ആയിരിക്കാം കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ റിഫൈൻമെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ കമ്പനി പറയുന്ന ആ ഒരു മൈലേജിനടുത്തൊക്കെ എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല റിഫൈൻമെൻറ്റ് ലെവൽ കാര്യമായ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളത് പഴയ സ്കൂട്ടർ ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും രൂപത്തിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം വരുത്താതെ ഇരിക്കുന്നത് ഈ ഒരു രൂപം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് ആളുകൾ സ്നേഹിക്കുന്ന രൂപമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം. അല്ലാതെയുള്ള മാറ്റങ്ങൾ കാര്യമായ രീതിയിലൊക്കെ ഇത്തരം വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ വാഹനം മാത്രമല്ല ഇനി ഏറ്റവും പുതിയ എസ്റ്റെക് എന്ന് പറയുന്ന ആ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ് കൂടി ഒന്ന് ഓടിച്ച് നോക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ദിവസം നമുക്കത് ഓടിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇഷ്ടംപോലെ മോഡലുകൾ ഈ ഒരു സെഗ്മെന്റിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആക്സസിൻ്റെ 125 ഉണ്ട്, യമഹ ഫാസിനോ 125 ഉണ്ട്, TVS ജൂപ്പിറ്റർ 125 ഉണ്ട്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന രീതിയിലേക്കുള്ള വില ഇടുകയും വളരെ കുറച്ച് വിൽപ്പന ഉണ്ടെങ്കിൽ അത് മതി എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു പോവുകയും ചെയ്യാന്ന് പറയുന്നത് വെസ്പയുടെ ആ ഒരു പാരമ്പര്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ആ പാരമ്പര്യം ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ കാലത്തും വെസ്പ വാങ്ങിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴും വെസ്പ നിലകൊള്ളുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി വിലയാണല്ലോ അറിയേണ്ടത്. വില 1,32,000 തൊട്ട് 1,96,000 വരെയാണ് 4 വേരിയൻസിൻ്റെ വില. പക്ഷേ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞാൽ ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് മിഡ് വേരിയൻ്റ് ആണ്. ഇതിന് 1,36,000 രൂപയാണ് എക്സ്ഷോറൂം വില. എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു അല്പം വില കൂടുതലുണ്ട്. പക്ഷേ അതിന് 2-3 കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഇതിൻ്റെ പല ഭാഗങ്ങളും ഇത് ഇറ്റലിയിൽ നിന്ന് വരുന്നതാണ്. 2, ഇതിൻ്റെ മോണോകോക്ക് ബോഡിയാണ്. പിന്നെ ഇതൊരു പ്രീമിയം വാഹനമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ വാഹനത്തിന് ഈ ഒരു വില വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പലയിടത്തും ഡീലർഷിപ്പൊക്കെ നിന്ന് പോയല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ കൊച്ചി ഒഴിച്ച് എല്ലായിടത്തും ഡീലർഷിപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ പലരും ഇതിൻ്റെ സ്പെയേഴ്സൊക്കെ അല്ലാതെയൊക്കെ വിറ്റ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് ഈ വാഹനമുള്ളവർക്ക് സ്പെയേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ ചിലരൊക്കെ വ്യക്തികൾ ഇത് വരുത്തി കൊടുക്കുന്നു വില കൂട്ടിയൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാഹനം കൊണ്ടുവന്ന SK മോട്ടോഴ്സ് പോലുള്ളവരുടെ കയ്യിലൊക്കെ സ്പെയേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് സ്പെയേഴ്സ് വേണമെങ്കിൽ ഇവരോട് ബന്ധപ്പെട്ട ഇവരത് നിങ്ങൾക്ക് ഈവൻ കൊറിയർ പോലും അയച്ചു തരും. അതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികളിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. തന്നെയല്ല ഡീലർഷിപ്പുകൾ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കമ്പനി ചെയ്യുന്ന മറ്റൊരു കാര്യം 5 വർഷം നിങ്ങൾക്ക് ഫുൾ വാറണ്ടി തരികയാണെന്നുള്ളതാണ്. അതായത് വെയർ ആൻഡ് ടയർ അല്ലാത്ത എല്ലാ പാർട്സിനും 5 വർഷത്തേക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കമ്പനി നേരിട്ട് പിയാജിയോ എന്ന് പറയുന്ന ഇവരുടെ പേരൻറ്റ് കമ്പനി നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആശങ്കയൊന്നും വേണ്ട. പിന്നെ സർവീസ് സെൻറ്റേഴ്സ് കൊച്ചിയിലുള്ളവർക്ക് ഇപ്പോൾ ഈ പറവൂരും അതുപോലെ തന്നെ ആലുവയിലുമൊക്കെ ഇവരുടെയൊക്കെ സർവീസ് സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നല്ലൊരു വാഹനത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് വെസ്പയുടെ കമ്പനിയെ ചൂണ്ടിക്കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ നല്ല കമ്പനി സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റും വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വെസ്പയൊക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടുവരുന്ന വാഹനമായിട്ട് ഈ ഒരു മോഡലൊക്കെ മാറും എന്നുള്ളതാണ് ഒരു ഗുണപാഠമായിട്ട് പറയാവുന്നത്. എന്തായാലും അത്തരം തെറ്റുകളൊക്കെ മനസ്സിലാക്കി 2025 വെസ്പ ശക്തമായി തിരിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മനോഹരമായ സ്കൂട്ടറിനോട് പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ വീഡിയോ ആണ് എല്ലാവർക്കും ബൈ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.